ദൈവം മനുഷ്യരിലൂടെ തന്നെ ഒരുവന്റെ കണ്ണീരൊപ്പാൻ ഇടപെടും. ഗോവയിലെ സംഗോവാലയിൽ ഈ വാക്കുകളെ ശരിവയ്ക്കുന്ന പ്രവൃത്തിയാണ് ഒരു സന്യാസിനിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സിസ്റ്റർ വാലന്റൈൻ എന്നാണ് അവരുടെ പേര്. അവർ വെറുമൊരു നേഴ്സ് ആയിരുന്നില്ല. പ്രദേശവാസികൾ സിസ്റ്റർ ഡോക്ടർ എന്ന് വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന അവർ മൂലം സൗഖ്യമനുഭവിക്കുന്ന നിരവധി ജീവിതങ്ങൾ ആ നാട്ടിൽ തന്നെയുണ്ട്. ഫാദർ ഫൗസ്റ്റിനോ ഡിസൂസ സ്ഥാപിച്ച ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് സന്യാസ സഭയിൽ 1975 സിസ്റ്റർ വാലന്റൈൻ തന്റെ പ്രഥമ വ്രത വാഗ്ദാനം സ്വീകരിച്ച് ദൈവീകമായ വിളിയോട് അതെ എന്ന് മൊഴിഞ്ഞു. പോർച്ചുഗീസ് പശ്ചാത്തലത്തിൽ വന്ന അവർക്ക് അക്കാലത്ത് നിർബന്ധമായിരുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. ആ വെല്ലുവിളിക്ക് മുന്നിൽ തളർന്ന് സന്യാസ ജീവിതം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ പോലും അവർ ആലോചിച്ചിരുന്നു. എന്നാൽ ഈ ലോകത്തിനായി ദൈവം മാറ്റിവെച്ച ആ കാരുണ്യകരങ്ങളെ വിട്ടുപിരിയാൻ വിധി അനുവദിച്ചില്ല. സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകൻ നേരിട്ടെത്തി ആ വിളിക്ക് വീണ്ടും ഊർജം പകർന്നു. എന്റെ ആത്മാവ് കാംക്ഷിച്ചത് രോഗശാന്തി ശുശ്രൂഷ മാത്രമായിരുന്നു, സിസ്റ്റർ ഓർത്തെടുക്കുന്നു. കണക്കിൽ പരിശീലനം നേടുകയും അക്കൗണ്ട്സ് വിഭാഗത്തിൽ നിയമനം ലഭിക്കുകയും ചെയ്തപ്പോഴും അവരുടെ മനസ്സ് ഓടിയെത്തിയത് വേദനിക്കുന്നവരുടെ അടുത്തേക്കായിരുന്നു. ആ ആഗ്രഹമൊടുവിൽ കോൺഗ്രിഗേഷൻ മനസ്സിലാക്കി. അങ്ങനെ ഗോവ മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് പ്രവേശന പരീക്ഷയിൽ വിജയിച്ചതോടെ ദൈവത്തിന്റെ പദ്ധതി സഫലമായി. അതോടെ കഴിഞ്ഞ 50 വർഷമായി തന്റെ നഴ്സിംഗ് വൈദഗ്ധ്യം കൊണ്ട് സിസ്റ്റർ വാലന്റൈൻ നിരവധി പേർക്ക് ആശ്വാസമായി മാറി. നാവേലിമിലെ നസ്രത്ത് ഹോമിൽ വാർദ്ധക്യത്തിന്റെ വേദന പേറുന്ന അമ്മമാർക്ക് സിസ്റ്റർ ഒരു മകളായി മാറി. വൃദ്ധമാതാക്കളുടെ മുറിവുകൾ ശുശ്രൂഷിക്കുമ്പോഴും വേദന ശമിപ്പിക്കാൻ താങ്ങായിരിക്കുമ്പോഴും മക്കളെക്കുറിച്ചുള്ള ദുഃഖം കേട്ടിരിക്കുമ്പോഴുമെല്ലാം സിസ്റ്ററുടെ കരങ്ങൾ ദൈവകൃപയുടെ ഉപകരണങ്ങളായി. ആശുപത്രിയിലേക്ക് പോകാൻ ധൃതി കൂട്ടുമ്പോഴും അവരുടെ അവസാന നിമിഷങ്ങളിൽ കരം പിടിച്ച് ആശ്വാസമേകുമ്പോഴും ആ സാമീപ്യം അവർക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു. അവരുടെ പരിചരണം ഒരിക്കലും തിരക്കിട്ടുള്ളതോ വെറും നടപടിക്രമം പോലെയോ ആയിരുന്നില്ല. അത് നിറഞ്ഞ സ്നേഹത്തോടെയുള്ള ഒരു സമർപ്പണമായിരുന്നു. ഇതിനിടയിൽ സിസ്റ്റർ തന്റെ വിളിയുടെ ശക്തികേന്ദ്രമായ സംഗോവാലയിലെ ഫാദർ ഫൗസ്റ്റിനോയുടെ ചാരിറ്റബിൾ ഡിസ്പെൻസറിയുടെ ചുമതലയേറ്റു. അടുത്തുള്ള ആശുപത്രികൾ വളരെ അകലെയായിരുന്നതിനാൽ ഈ ചെറിയ ഡിസ്പെൻസറി ഗ്രാമവാസികൾക്ക് ദൈവഭവനമായി മാറി. സിസ്റ്റർ വാലന്റൈൻ അവർക്ക് വെറും നേഴ്സ് ആയിരുന്നില്ല, അവർ സന്യാസിനിയുടെ വേഷം ധരിച്ച ഡോക്ടറായിരുന്നു. മരുന്നിനൊപ്പം അവർ പ്രത്യാശയും ആശ്വാസവും പകർന്നു. രോഗം അഭിനയിച്ച് ക്ലാസ് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി അവരെ ചിരിയോടെ അയൻഗുളികകൾ നൽകി തിരിച്ചയക്കുമായിരുന്നു. വർഷങ്ങൾ മുന്നോട്ടു പോയപ്പോൾ സന്യാസ സഭയുടെ ജനറൽ കൗൺസിലറായും സിസ്റ്റർ സേവനം ചെയ്തു. സന്യാസ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അവർ രോഗികളെ ശുശ്രൂഷിച്ചു. ശസ്ത്രക്രിയകൾ കഴിഞ്ഞവരുടെ അടുത്ത് രാത്രികളിൽ ഉറക്കമിളച്ചിരുന്നു. പാവപ്പെട്ടവരെയും ദുർബലതയും തേടി കാൽനടയായി ചെന്ന് ആശ്വാസം പകർന്നു. സഹായിക്കുന്നവരിൽ നിന്ന് ലഭിച്ച ആഴമായ സ്നേഹമാണ് സിസ്റ്ററിന്റെ ജീവിതത്തിന്റെ മകുടം. ഇന്ന് സിസ്റ്റർ ഡോക്ടർ എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്ന സിസ്റ്റർ വാലന്റൈൻ ഫാദർ ഫൗസ്റ്റിനോ ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ തന്റെ ശുശ്രൂഷ തുടരുന്നു. അവരുടെ കാൽവെപ്പുകൾക്ക് വേഗത കുറഞ്ഞിരിക്കാം, പക്ഷെ അവരുടെ ആത്മാവിന്റെ സ്നേഹത്തിന് ഒട്ടും കുറവില്ല. സന്യാസ ജീവിതത്തിലെ 50 വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിരാശർക്ക് പ്രത്യാശയും ഇരുട്ടിൽ കഴിയുന്നവർക്ക് വെളിച്ചവും നൽകി തന്റെ സന്യാസ ജീവിതം കൂടുതൽ മനോഹരമാക്കുകയാണ് സിസ്റ്റർ വാലന്റൈൻ.